മനുഷ്യരാശിക്ക് ഏറ്റവും കൂടുതൽ നാശം വരുത്തിയതാണ് പ്രമേഹം, ഡയബറ്റിക്. അത് ബാധിച്ചാൽ 5-6 വർഷമേ മനുഷ്യൻ ജീവിക്കുകയുള്ളൂ. ഈ പ്രമേഹത്തിനെതിരായിട്ടുള്ള ഇൻസുലിൻ കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ ലോക ജനസംഖ്യ തന്നെ പകുതിയാവുമായിരുന്നു. ഇത് കണ്ടെത്തിയതിന് പിന്നിലെ പ്രധാന ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നതാണ് ഫ്രെഡറിക് ജി ബാൻഡി. അദ്ദേഹം കാനഡക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ മുൻഗാമി ഒരു കണ്ടെത്തൽ യാദൃശ്ചികമായി കണ്ടു. അത് പട്ടിയുടെ പാങ്ക്രിയാസ് എന്തോ അസുഖം മൂലം അതിൻ്റെ പാങ്ക്രിയാസ് അവർ സർജറി ചെയ്ത് മാറ്റി. അതിനുശേഷം ഈ പട്ടി മൂത്രം ഒഴിക്കുന്ന സ്ഥലത്തെല്ലാം ഈ തേനീച്ച പട്ടയിട്ട് കറങ്ങുകയും അതിൽ വന്നിരിക്കുകയൊക്കെ ചെയ്യുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അവർക്ക് മനസ്സിലായില്ല. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, ഈ പാങ്ക്രിയാസിനും ഈ പ്രമേഹവുമായി എന്തോ ബന്ധമുണ്ട്. ഇത് പിന്നീട് ഈ ബാൻഡിങ്ങും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും കൂടിയാണ് മനസ്സിലാക്കിയത്. കാരണം ഈ പാങ്ക്രിയാസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ പാങ്ക്രിയാസ് ഇല്ലാതായതോടെ അത് ശരീരത്തിലെ മധുരത്തെ നിയന്ത്രിക്കുന്ന സംവിധാനം നശിച്ചു. അങ്ങനെ മൂത്രത്തിലൂടെ ഈ അമിതമായി മധുരം പുറത്തു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയും ഇതാണ് തേനീച്ചയെ ആകർഷിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫ്രെഡറിക് ബാൻഡിങ്ങിന് ഈ ഇൻസുലിൻ ലാബിൽ വേർതിരിച്ചെടുക്കാൻ കഴിഞ്ഞത്. അങ്ങനെ കഴിഞ്ഞതുകൊണ്ടാണ് നമുക്കിന്ന് ഇൻസുലിൻ കുത്തിവയ്ക്കാനും ഒക്കെ സഹായകരമായ രീതിയിലേക്ക് വൈദ്യശാസ്ത്രത്തിന് വലിയൊരു നേട്ടമായി മാറിയത്. മാത്രമല്ല മാനവരാശിക്ക് തന്നെ അതൊരു വലിയൊരു നേട്ടമായി മാറി.